ഹോർമുസ് പ്രതിസന്ധിക്കുള്ള സൗദിയുടെ പ്ലാൻ ബി, ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ്ലൈൻ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിന്റെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ കടൽപാതയിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ടുതന്നെ ഇവിടെ ചെറിയൊരു സംഘർഷമോ യുദ്ധ സാഹചര്യമോ ഉണ്ടായാൽ പോലും ആഗോള എണ്ണ വിതരണത്തെ അത് ഗുരുതരമായി ബാധിക്കും. ഈ വലിയ അപകട സാധ്യത മുൻകൂട്ടി കണ്ടാണ് സൗദി അറേബ്യ ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപ് പരിഹാരം കണ്ടെത്തിയത്. അതാണ് ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ, അല്ലെങ്കിൽ പെട്രോ ലൈൻ എന്നറിയപ്പെടുന്ന പദ്ധതി. ഏകദേശം 1200 കിലോമീറ്റർ നീളമുള്ള ഈ പൈപ്പ് ലൈൻ സൗദിയുടെ കിഴക്കൻ മേഖലയിലുള്ള അബ്ഖൈഖ് എന്ന എണ്ണപ്പാടങ്ങളിൽ നിന്ന് ആരംഭിച്ച് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ചെങ്കടൽ തുറമുഖമായ യാൻ ഭൂവിലാണ് അവസാനിക്കുന്നത്. ഇതൊരു സാധാരണ പൈപ്പ് ലൈൻ മാത്രമല്ല. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടപ്പെട്ടാലും സൗദിക്ക് തങ്ങളുടെ എണ്ണ സുരക്ഷിതമായി ലോകവിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ബദൽ മാർഗമാണിത്. അതായത് പേർഷ്യൻ ഗൾഫിലൂടെ പോകാതെ ചെങ്കടൽ വഴിയാണ് എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. യാൻബു തുറമുഖം വഴി പ്രധാനമായും യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഉത്തരാഫ്രിക്ക എന്നീ വിപണികളിലേക്ക് സൗദി ക്രൂഡ് ഓയിൽ എത്തിക്കുന്നു. ഇതിലൂടെ ആഗോള വിപണിയിൽ സ്ഥിരത നിലനിർത്താനും വിലയിൽ പെട്ടെന്നുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹോർമുസ് കടലിടുക്കിനുള്ള ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ പൈപ്പ് ലൈൻ സൗദിക്ക് ഒരു വലിയ സുരക്ഷാ കാവലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആഗോള എണ്ണ വിപണിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൗദി അറേബ്യ തയ്യാറാക്കിയ ഒരു പ്ലാൻ ബിയാണ് ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ. ഭാവിയിലെ അനിശ്ചിതത്വങ്ങൾ നേരിടാൻ രാജ്യങ്ങൾ എങ്ങനെ ദീർഘദർശിയായ പദ്ധതികൾ തയ്യാറാക്കണം എന്നതിന് മികച്ച ഉദാഹരണവുമാണിത്. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ അറിവുകൾക്കായി ഞങ്ങളെ പിന്തുടരൂ.